ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലി ചെയ്യുന്ന മിക്ക സ്ത്രീകളും, ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകൾ മിക്കവരും മീൻസ് ഒരു 70% ആൾക്കാരെ എടുത്താലും അവരാരും സ്വമനസാരെ അല്ലെങ്കിൽ നല്ല ഇഷ്ടത്തോടെ ഒരു വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇന്നത്തെ ലേഡീസിൻ്റെ, അതായത് ഫിനാൻഷ്യലി ഫ്രീഡം അനുഭവിക്കുന്ന ലേഡീസിൻ്റെ അവരൊരു വിവാഹത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കുന്നില്ല. അതിന് ഒത്തിരി കാരണങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അത് പക്ഷേ നമുക്ക് സമൂഹത്തിനാണ് ഇവിടെ അവയർനെസ്, അല്ലെങ്കിൽ സമൂഹത്തിന് അവയർനെസ് കൊടുത്താൽ മാത്രമേ ഇങ്ങനെയുള്ള ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ലേഡീസ് പറയുന്നത് അവർക്ക് ഒത്തിരി ഡ്രോബാക്സ്, അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റി എന്താണ് അവരായിരുന്നത് ആ വിവാഹം വരെ, അത് പൂർണ്ണമായിട്ടും സീറോ ആകുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് അവർ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്നത്. ഫിനാൻഷ്യലി ഫ്രീഡം അനുഭവിക്കുന്ന ഓരോ ലേഡീസും, ഈവൻ വിവാഹം കഴിച്ചവരാണെങ്കിൽ പോലും അവർ അതിൽ നിന്ന് പുറത്തു ചാടാൻ വേണ്ടിയാണ് കൂടുതലും ആഗ്രഹിക്കുന്നത്. ഹാപ്പിയായിട്ട് ജീവിക്കുന്നവരില്ല എന്നല്ല, പക്ഷേ പൊതുവേ ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ ഇതാണ്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ റീസണബിളായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കാരണങ്ങളും ഉണ്ട്. അവർ പറയുന്ന കാരണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വിചാരിക്കും കറക്റ്റ് അല്ലേ ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കാരണങ്ങൾ, എന്ത് കാരണത്താലാണ് ഫിനാൻഷ്യലി ഫ്രീഡം അല്ലെങ്കിൽ നല്ല ജോലിയും എല്ലാം ഉള്ള ലേഡീസ് വിവാഹം കഴിക്കാതെ അവർ സിംഗിളായിട്ട് ജീവിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണങ്ങൾ. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, അവർക്ക് ജോലി ഉണ്ടെങ്കിലും അതിനെ ഭർത്താവിൻ്റെ വീട്ടുകാർ അതിനെ മൈൻഡ് ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ, അവർക്ക് അവരുടെ മകന് അല്ലെങ്കിൽ ഹസ്ബൻഡിന് ജോലി ഉണ്ടെങ്കിൽ അതേ തുല്യത ലേഡീസിന് സമൂഹത്തിൽ ലഭിക്കുന്നില്ല. സമൂഹത്തിൽ നിന്നല്ല, വീട്ടിലും ലഭിക്കുന്നില്ല. ജോലിയും വീട്ടു ചുമതലയും രണ്ടും ചെയ്യേണ്ട ഒരു ഡബിൾ റോളാണ് ലേഡീസിനുള്ളത്. എന്നാൽ അവരെ പോലെ തന്നെ അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാട്ടിലും കുറഞ്ഞ സാലറിയിലോ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക് വീട്ടിലെ ജോലികളൊന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അവർക്ക് അവരുടെ ഓഫീസും കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതി. ഈ രണ്ട് ഉത്തരവാദിത്തം ഒരേ ആൾ നിറവേറ്റേണ്ടി വരുമ്പോൾ അവർക്ക് ഒത്തിരി മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഈ ഒന്നാമത്തെ കാരണമായിട്ട് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, സമൂഹത്തിനൊരു മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരോ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ ഒരു കാഴ്ചപ്പാടുകൾ, അതനുസരിച്ചിട്ട് അവർ ജീവിക്കുന്നില്ലെങ്കിൽ, ജോലി ചെയ്യുന്നവളാണെങ്കിൽ അതുകൊണ്ട് അവർ പറയുന്നത് വീട്ടിൽ നിന്ന് കൂടുതൽ സമയം വിട്ടു നിൽക്കുന്നുണ്ടെന്നും പറഞ്ഞ് വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇങ്ങനെ ആഷ്പോഷ് ചെയ്ത് നടക്കുന്ന ലേഡീസിനെ സമൂഹം മുഴുവൻ ഒറ്റപ്പെടുത്തും. അതിപ്പോൾ എത്ര വലിയ ജോലി ചെയ്യുന്നവരാണെങ്കിലും സമൂഹം അല്ലെങ്കിൽ അയൽവക്കക്കാർ അല്ലെങ്കിൽ ബന്ധുക്കൾ ഒരു പുച്ഛ മനോഭാവത്തോടു കൂടിയാണ് ലേഡീസിനെ കാണുന്നത്. ഇത് നമ്മുടെ കേരളത്തിലാണ് ഈ സ്ഥിതി കൂടുതലുള്ളത്. നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും സ്ത്രീകൾ വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് നല്ല ജോലി വാങ്ങുമ്പോൾ അതിന് വേണ്ടത്ര പുരുഷന്മാർ ഇവന് നല്ല വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അവനൊരു ജോലി ഉണ്ടെങ്കിൽ കിട്ടുന്ന ആ റെസ്പെക്റ്റ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടും ഹൈ ഇൻകത്തിൽ ജോലി ചെയ്യുന്ന ലേഡീസിന് നമ്മുടെ സമൂഹം, അതായത് കേരള സമൂഹം അനുവദിച്ചു കൊടുക്കാറില്ല. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ലേഡീസ്, കല്യാണത്തിന് ശേഷം ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ കുഞ്ഞുങ്ങളുണ്ടായതിന് ശേഷം ഈ ജോലിയിലുള്ള വിട്ടുവീഴ്ച ചെയ്യുന്നത് ലേഡീസ് മാത്രമായിരിക്കും. അവർക്ക് പിന്നെ കൊച്ചുങ്ങളെ നോക്കുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്ഥാനമാറ്റം, അല്ലെങ്കിൽ അവർക്ക് വേറെ എവിടെയെങ്കിലും ജോലി കിട്ടുകയൊക്കെ ചെയ്യുമ്പം വൈഫ് സാക്രിഫൈസ് ചെയ്യണം. അവർ ജോലിയെല്ലാം ഉപേക്ഷിച്ച് കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലിരുന്നോണം. അല്ലെങ്കിൽ ഹസ്ബൻഡിന് ട്രാൻസ്ഫറായി ഉടനെ ഹസ്ബൻഡ് എങ്ങോട്ട് ട്രാൻസ്ഫറായോ അവരുടെ ഇവിടുത്തെ ജോലിയെല്ലാം വിട്ട് അവരുടെ കൂടെ പൊയ്ക്കോണം എന്നുള്ളൊരു രീതിയാണ് നമ്മൾ പിന്തുടർന്നു പോകുന്നത്. ഇതൊക്കെ ലേഡീസിനെ നല്ലതുപോലെ ബാധിക്കും. അടുത്തതായി, പുതിയ കുടുംബത്തിൽ എപ്പോഴും ആൾക്കാരിങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കും, വീട്ടിലുള്ളവരും പുറത്തുള്ളവർ, അവൾ എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത്, വീട്ടിലെ എല്ലാവരെയും ഹാപ്പി ആക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവളുടെ സ്വന്തം ജോലിക്കാണോ കൂടുതൽ മുൻഗണന എന്നിങ്ങനെ എപ്പോഴും കുറ്റം പറച്ചിലും പരിഭവം പറച്ചിലും ദിവസേന കേൾക്കേണ്ടി വരിക വീടുകളിൽ നിന്ന്. പിന്നെ ഈ വീട്ടിലെ ജോലി ചെയ്യണം, കൂടാതെ ഓഫീസിലത്തെ ജോലി അവിടെ അത് ആരും മൈൻഡ് ചെയ്യുന്നില്ല, പക്ഷേ നമുക്ക് പേഴ്സണലായിട്ടുള്ള എന്തോ ഒരു കാര്യം പോലെയാണ് എല്ലാവരും അതിനെ കാണുക, മീൻസ് വീട്ടുകാർ. എന്നിട്ട് വീട്ടിലെ ജോലിയും ചെയ്യണം, അതേപോലെ തന്നെ ഓഫീസിലെ ജോലിയും ചെയ്യണം. എന്നിട്ട് സ്വന്തം കാര്യങ്ങൾ, സ്വന്തം പേഴ്സണൽ കെയറോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു ടൈമിന് വേണ്ടി ഒരു ടൈമും ഇല്ലാതെ അവരുടെ മീൻസ് കല്യാണത്തിന് ശേഷം ആൾക്കാരെ മീൻസ് അവർ തന്നെ ടോട്ടലായിട്ടൊരു ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു വ്യക്തിയായിട്ടങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. മീൻസ് സമ്മർദ്ദം, വീടിനുള്ളിലത്തെ സമ്മർദ്ദം, ഓഫീസിലത്തെ സമ്മർദ്ദം, സമൂഹത്തിൻ്റെ സമ്മർദ്ദം എല്ലാം കൂടെ ആകുമ്പം അവർക്ക് സ്വന്തമായിട്ട് അവരെ സ്നേഹിക്കാനുള്ള ഒരു അവസരം പൂർണ്ണമായിട്ടും അങ്ങ് ഇല്ലാതായി പോകും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴത്തേക്കും
കുഞ്ഞുങ്ങളെ നോക്കണം, വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യണം, കൂടാതെ ഓഫീസിലത്തെ ജോലി ചെയ്യണം. അപ്പോൾ ട്രിപ്പിൾ കാര്യങ്ങളാണ് ഒരു ലേഡി ചെയ്യേണ്ടത്. എന്നാൽ അതേ പോലെ തന്നെ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക് ഇതൊന്നും ബാധിക്കില്ല. അവർക്ക് അവരുടെ ഓഫീസ് ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടുപേരും വിട്ടുവീഴ്ച ചെയ്ത് കുഞ്ഞുങ്ങളെ നോക്കണമെന്നോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഭർത്താവ് ലീവ് എടുത്ത് വന്ന് കുഞ്ഞുങ്ങളെ നോക്കണം, അങ്ങനെയൊന്നും ഒരു കൺസെപ്റ്റ് നമ്മുടെ കേരള സമൂഹത്തിൽ ഇപ്പോഴും ഇല്ല. എത്ര വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിലും അത് പാലിക്കാറില്ല. കൂടാതെ എത്രയൊക്കെ ഓഫീസിൽ ജോലി ഉണ്ടായാലും വീട്ടിൽ വന്നിട്ട് റെസ്റ്റ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ അവിടെ ഭയങ്കര ടെൻഷൻ പിടിച്ച പണിയാണെന്ന് ഇതൊന്നും വീട്ടിൽ ഒരു വ്യക്തികൾ പോലും, ഈവൻ ഹസ്ബൻഡ് പോലും കേൾക്കാൻ തയ്യാറാവുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഭർത്താക്കന്മാരാണ് 90% ഓഫ് മലയാളി ഭർത്താക്കന്മാരെന്ന് പറയുന്നത്. പിന്നെയും 10% എന്ന് പറയുന്നത് ഔട്ട് ഓഫ് കൺട്രി പ്രവാസികളായിട്ട് ജീവിക്കുന്ന ഭർത്താക്കന്മാരായിരിക്കും ഭാര്യമാരെ ഹെൽപ്പ് ചെയ്യാൻ കൂടുതലും റെഡി ആവുന്നത്. എന്നാ വെച്ചാൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അവർ രണ്ടുപേരും 2 കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ ഹസ്ബൻഡുമാരും അഡ്ജസ്റ്റ് ചെയ്യണം. എന്നാ വെച്ചാൽ അവർ ജീവിക്കുന്ന സൊസൈറ്റി, അവരുടെ പുറത്തുള്ള സമൂഹം അതായതുകൊണ്ട്, അങ്ങനെയാണ് ജീവിക്കുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി അവരും അങ്ങനെ ആയിപ്പോകും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചെയ്യുമ്പോൾ സ്വന്തം വരുമാനം, എന്തെങ്കിലും പ്രശ്നം വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ ആർക്കെങ്കിലും അസുഖം വന്നാൽ പോലും ലീവ് എടുക്കേണ്ട ഉത്തരവാദിത്തം ഭാര്യയ്ക്കായിരിക്കും. ഭാര്യയുടെ ജോലിക്ക് മാത്രമാണ് എപ്പോഴും എന്ത് കാര്യത്തിനും ലീവ് എടുക്കാൻ ഭാര്യനോടാണ് പറയുക. ഒരിക്കലും ഭർത്താക്കന്മാർ വീട്ടിൽ എന്തെങ്കിലും ആർക്കെങ്കിലും വയ്യാതായി കഴിഞ്ഞാൽ ലീവ് എടുത്ത് വീട്ടിലിരിക്കത്തില്ല. ഇതെല്ലാം നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടാണ്, വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കാഴ്ചപ്പാട്. സ്ത്രീകളെല്ലാം വിദ്യാഭ്യാസം നേടി നല്ല രീതിയിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ആ റെസ്പെക്റ്റ് സമൂഹത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. പിന്നെ ഭയങ്കര ഈഗോ ആണ്. ഇപ്പോൾ ഒരു ഭാര്യയ്ക്ക് ഹസ്ബൻഡിനേക്കാൾ നല്ല ജോലി, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, അവർ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഈഗോ അവിടെ വർക്ക് ചെയ്യും. അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവരെല്ലാം അവരോട് ഈഗോ ആണ്. പിന്നെ അവരോട് കാണുന്നത് വേറെ രീതിയിലാണ് സംസാരിക്കുക. അവർ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അവൾ അഹങ്കാരിയാണ്, അവൾ വീട്ടിലത്തെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല. പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ അവർ വഴക്കുണ്ടാക്കാൻ മുന്നിൽ നിൽക്കും. അവിടെ വർക്ക് ചെയ്യുന്നത് ഈഗോ ആണ്. അവൾ എന്നെക്കാളും കൂടുതൽ സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ അവൾ കുറച്ചും കൂടെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെന്നുള്ളൊരു ഈഗോ അവിടെ വർക്ക് ചെയ്യുന്നത് മാരേജിന് ശേഷം ഒത്തിരി വീടുകളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്ത്രീകളുടെ മാനസിക നില ഓട്ടോമാറ്റിക്കായിട്ട് തകരാറിലാവും. അവർ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും. പിന്നെ അവരുടെ ചിന്തകൾ അവർ നിയന്ത്രിക്കുന്ന രീതിയിലായിരിക്കില്ല. പിന്നെ അത് അവരുടെ കുടുംബജീവിതത്തെ, പേഴ്സണൽ ജീവിതത്തെ എല്ലാം സാരമായിട്ട് ബാധിക്കും. മീൻസ് അവർക്ക് സമാധാനം അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്ന ഒരവസരം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയാണ് വിവാഹത്തിലൂടെ സംഭവിക്കുന്നതെന്നാണ് ഒട്ടുമിക്ക സ്ത്രീകളെയും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അതുവരെ അവർ നല്ല ഹാപ്പി ആയിട്ട് നടന്ന ഒരു വ്യക്തി വിവാഹത്തിന് ശേഷം അവർക്ക് സമ്മർദ്ദങ്ങളുടെ ഒരു കൊട്ടയ്ക്കകത്ത് കയറിയിരിക്കുന്നത് പോലെ അവരുടെ ജീവിതം. അവിടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മഴച്ചാറ്റൽ പോലെ വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു കാര്യം. കൂടുതലും അവർ പ്രഷറിൻ്റെ മുകളിലായിരിക്കും. കൂടുതലും ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളിൽ കല്യാണം കഴിഞ്ഞാലുള്ള പ്രശ്നം ഇങ്ങനെയായിരിക്കും. പിന്നെ വിവാഹം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിലുള്ള മാനസിക പൊരുത്തം, ശാരീരിക പൊരുത്തം എല്ലാം ഒരുമിച്ച് വരണം. അപ്പോൾ ഒരുമിച്ച് പങ്കാളികളായിട്ട് എല്ലാ കാര്യങ്ങളും പങ്കുവെച്ച് ജീവിക്കണം എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളുടെ ആ ഒരു ഇതനുസരിച്ചിട്ട് ഇപ്പോഴും 50-60s അതേ സ്റ്റൈലിലാണ്. ലേഡീസ് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യണം, പുരുഷന്മാർ ജോലിക്ക് പോയിട്ട് കൊണ്ടുവരും. പക്ഷേ ഇന്നത്തെ കാലഘട്ടം അത് പൂർണ്ണമായും മാറി. ലേഡീസ് എല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്ക് ജോലി ചെയ്ത് നല്ലപോലെ കുടുംബം പോറ്റാൻ അറിയാം. അപ്പോൾ അങ്ങനെ കുടുംബം പോറ്റാൻ, അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്ത് എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ കാര്യങ്ങൾ നടത്താൻ പറ്റും, എന്തുകൊണ്ടും പറ്റും എന്ന് കോൺഫിഡൻസ് ഉള്ള ലേഡീസാണ്. എന്തിനും ഞാൻ വിവാഹം കഴിച്ചിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോയിട്ട് ഡൈവോഴ്സായിട്ട് അല്ലെങ്കിൽ 2-3 കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളാക്കിയിട്ട് ഡൈവോഴ്സായി വീട്ടിൽ വന്ന് നിൽക്കുന്നതിലും നല്ലത് വിവാഹമില്ലാതെ ജീവിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിൽ നിരന്തരം കേൾക്കുന്ന വാർത്തകളും നമ്മുടെ സമൂഹത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ചുറ്റുപാടിലോ അയൽവക്കങ്ങളിലോ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒരു കല്യാണം കഴിച്ചില്ലെന്നും പറഞ്ഞ് വേറെ ആർക്കും ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഉള്ളത്. അടുത്തത് ജോലി ചെയ്യുന്ന സ്ത്രീക്ക് വിവാഹ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നം വരുന്നത് സഹവർത്തിത്വമില്ലാത്തതാണ്. ഹസ്ബൻഡിൻ്റെ സഹകരണം ഇല്ലാത്തതാണ് പ്രധാനപ്പെട്ട കാരണം. ഒരു സ്ത്രീ ജോലി ചെയ്യുന്നത് അവരുടെ വരുമാനത്തിന് വേണ്ടി മാത്രമല്ല, അവളുടെ സ്വപ്നങ്ങളും അവളുടെ സ്വാതന്ത്ര്യവും, പിന്നെ അവൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല രീതിയിലേക്ക് ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു സ്ത്രീ ജോലി ചെയ്യുന്നത് കൊണ്ട് പറ്റും. പക്ഷേ ഒട്ടുമിക്ക ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും വിവാഹത്തിന് ശേഷം എന്നാ ചെയ്യുന്നത്, ഒന്നുകിൽ ഒരു കുഞ്ഞുണ്ടാകുന്നതോടുകൂടി അവരുടെ കരിയർ പൂർണ്ണമായിട്ടും അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്യുന്നത് ഒട്ടുമിക്ക സ്ത്രീകൾക്കും. അവരെത്ര ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും
അല്ലെങ്കിൽ കൂടുതലും ജോലി ചെയ്യുന്നവരെ കണ്ടിട്ടുള്ളത് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ, നഴ്സുമാർ ഇങ്ങനെയുള്ളവരല്ലാതെ നോർമലായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഓഫീസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കടകളിലോ അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ വിവാഹത്തിന് ശേഷം അവരുടെ കരിയർ പൂർണ്ണമായിട്ടും ക്ലോസ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ചില ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ ജോലി ചെയ്യുന്നത് അവരുടെ ജോലീൻ്റെ സ്റ്റാറ്റസ് അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് ഭാര്യമാർ വീട്ടിലിരിക്കുന്നതാണ് ഇഷ്ടം. കല്യാണ സമയത്ത് ചിലപ്പം അവർ പറയുന്നുണ്ടായിരിക്കും അവളെ ജോലിക്ക് വിടാം അല്ലെങ്കിൽ അവളെ പഠിപ്പിക്കാൻ വിടാനൊക്കെ റെഡിയാണ്. പക്ഷേ കല്യാണത്തിന് ശേഷം അവരുടെ ഫാമിലി ഒരുമിച്ച് തീരുമാനം എടുക്കും അവളെ ജോലിക്ക് വിടേണ്ടത്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ട് കല്യാണം കഴിഞ്ഞ് 1-2 മാസങ്ങൾക്ക് ശേഷം ഡൈവോഴ്സായി പോകുന്നവരുണ്ട്. ജോലിയുള്ളവർ സ്ഥിരമായിട്ട് നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് വരുമ്പോൾ അവർ ഡൈവോഴ്സിന് മുൻകൈ എടുത്തിട്ട് ഡൈവോഴ്സായി പോകാറുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ വീട്ടു ചുമതല സ്ത്രീയുടെ മാത്രം ആകുമ്പോഴത്തേക്കും അവിടെ ഒരു പങ്കാളിത്തമൊന്നുമില്ല. അവിടെ ഒരു കാര്യത്തിലും പങ്കാളിത്തം ഇനി ഉണ്ടെങ്കിൽ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാർ അംഗീകരിക്കത്തില്ല. അവരിപ്പോഴും ആ 60-70 ഇറയിൽ കിടക്കുന്നവരായതുകൊണ്ട് ഭർത്താക്കന്മാർ ജോലി ചെയ്യുന്നതിനെ അവർ അംഗീകരിക്കത്തില്ല. ഭാര്യമാർ തന്നെ എല്ലാം ചെയ്തിട്ട് വേണം ഓഫീസിൽ പോകാൻ. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാലോ ആരെങ്കിലും ചായ എടുത്ത് കൊടുക്കുമോ അല്ലെങ്കിൽ ഭയങ്കര ടയേർഡായിട്ട് വരികയല്ലേ മകനോട് കാണിക്കുന്ന അതേ സ്നേഹവും ഒരു വീട്ടിൽ നിന്ന് കിട്ടാറില്ല. കിട്ടുമായിരിക്കും ചിലപ്പം 100 എണ്ണത്തിലെടുത്താൽ 1-2 വല്ലവർക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ വല്ല പുണ്യം ചെയ്തിട്ടുണ്ടാവും എക്സ്ട്രാ. അല്ലാത്തവരുടെ എല്ലാ സ്ഥിതി ഇങ്ങനെയാണ്. അവർ ഓഫീസിൽ നിന്ന് വന്നാൽ അവർക്കൊരു ചായയോ അല്ലെങ്കിൽ ഒരു നല്ല വർത്തമാനമോ പറയാൻ അവിടെ ആരും ഉണ്ടാവത്തില്ല. എന്നാൽ അതേ സ്ഥാനത്ത് ജോലി ചെയ്ത് കഴിയുന്ന അവരുടെ ഹസ്ബൻഡിനെ ഈ ജോലി ചെയ്തിട്ട് വന്ന ഭാര്യ വേണം ട്രീറ്റ് ചെയ്യാൻ. അവരെ ട്രീറ്റ് ചെയ്യാൻ എപ്പോഴും റെഡിയാണ്. അത് ചെയ്തില്ലെങ്കിൽ അത് അതിലും വലിയ പ്രശ്നമാവും. പിന്നെ സ്ത്രീയുടെ സ്വപ്നങ്ങൾ കുട്ടികളെയും ഭർത്താവിനെയും മാത്രം നോക്കി അവർ അങ്ങനെ ജീവിക്കുക, അതാണ് സ്ത്രീയുടെ സ്വപ്നം എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ മലയാളി സമൂഹത്തിന്, കേരള സമൂഹത്തിനുള്ളത്. അത് മാറാത്തിടത്തോളം കാലം ഇനിയും സ്ത്രീകൾ ഇതേ വഴി തന്നെ പിന്തുടർന്നു പോകാനാണ് കൂടുതലും സാഹചര്യമുള്ളത്. പിന്നെ സ്ത്രീകളെ അവർ കല്യാണം കഴിഞ്ഞുകൊണ്ട് ജോലിക്ക് പോകണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അതുവരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തിളങ്ങി നിന്ന ഞാൻ എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ത്രീയുടെ ആത്മബലം പോവുകയാണ്. പിന്നെ അവർ അങ്ങനെ ഒരു ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ പോലത്തെ ഒരു ലൈഫായിരിക്കും. പിന്നെ ഒരു വിവാഹ ജീവിതം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ സ്വപ്നങ്ങളെല്ലാം വിലക്കേർപ്പെടുത്തി അവരെ ഒരു ഹൗസ് വൈഫായിട്ട് ഒതുക്കുമ്പോഴത്തേക്കും അവർ പൂർണ്ണമായിട്ടും വേറൊരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു സാഡ് മെൻറ്റാലിറ്റിയിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. പിന്നെ നല്ല ശമ്പളം കിട്ടുന്ന ഒരു ലേഡീസിൻ്റെ സാലറി ഉള്ള ജോലി നിർത്തുന്നത് അത് കുടുംബത്തിൽ കൂടുതൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ ഹസ്ബൻഡ് ദിവസവും വന്നിട്ട് അവിടെ ചിലവ് ഇവിടെ ചിലവ് ഇതെല്ലാം കേൾക്കും. സ്ത്രീകൾ കേൾക്കാനല്ലാതെ അവർക്ക് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന അവരെ വിടത്തുമില്ല. എന്നിട്ട് സാമ്പത്തിക പ്രശ്നങ്ങളാണ്, കൂടുതൽ ചിലവാണ്, ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട് സ്ത്രീകൾക്ക്. പിന്നെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അവർക്കൊരു അഭിമാനമുണ്ടല്ലോ. അവരിനിയിപ്പോൾ വയസ്സാകുമ്പോഴും ഞാനൊരു സംഭവമായിരുന്നു ഒന്ന് ഓർത്ത് സ്വന്തമായിട്ട് അഭിമാനിക്കാനുള്ള ഒരു അവസരമാണ് അവരുടെ ജോലി ഇല്ലാതാക്കുന്നതിലൂടെ ഓരോ കുടുംബങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവാഹം ഒരു സ്ത്രീയുടെ ജീവിതം നല്ലതുപോലെ ആക്കാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മുടെ കേരള സമൂഹത്തിൽ വിവരവും വിദ്യാഭ്യാസവുമുള്ള സ്ത്രീകൾക്ക് അതൊരു ബാധ്യതയായി മാറുകയാണ് ചെയ്യുന്നത്. അവർ ജീവിതത്തെ പുതിയ സ്വപ്നങ്ങളിലേക്ക് പടുത്തുയർത്താൻ വേണ്ടി വിവാഹം കഴിക്കുന്നുണ്ടെങ്കിലും അതവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡീമെറിറ്റായിട്ടാണ്. അവരുടെ ജീവിതം ടോട്ടലി ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ചേഞ്ച് ആവുകയാണെങ്കിൽ ഓക്കെ, നല്ല രീതിയിലല്ല, ഇത് നെഗറ്റീവായ വഴിയിലേക്കാണ് അത് ചേഞ്ച് ആകുന്നത്. അവരാഗ്രഹിക്കാത്ത ഒരു രീതിയിലേക്കുള്ള ലൈഫിലൂടെയാണ് അവർ വിവാഹത്തിന് ശേഷം കടന്നു പോകുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രം ഒരു സമയത്ത് ഒഴിവില്ല. അവർക്ക് സ്വന്തമായിട്ടൊരു ടൈമില്ല. അവർ വീട്ടിലത്തെ ജോലി ചെയ്ത് ഓഫീസിൽ പോവും, ഓഫീസിൽ നിന്ന് വന്നാണ് വീട്ടിലത്തെ ജോലി ചെയ്യും. മീൻസ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടേതായ ഒരു വിശ്രമത്തിൻ്റെ സമയം ഇല്ലാതെയാവുകയാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ സ്വന്തമായിട്ട് ചില കാര്യങ്ങളുണ്ടല്ലോ, ബ്യൂട്ടി കെയർ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു കാര്യത്തിനും അവർക്ക് ടൈമില്ലായിരിക്കും. ജോലിയിലും കുടുംബത്തിലും മുഴുകിയപ്പോൾ അവളുടെ വ്യക്തിത്വം തന്നെ പിന്നോട്ട് പോകുന്ന ഒരു നിലയിലേക്ക് പോകും. നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഹോബീസ് അല്ലെങ്കിൽ പാട്ട് കേൾക്കൽ, സിനിമ കാണൽ, സുഹൃത്തുക്കളുമായിട്ട് ഒത്തുചേരൽ ഇതെല്ലാം പൂർണ്ണമായിട്ട് അവിടെ നിന്ന് സ്റ്റോപ്പായി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ സമയപരിധി ഇല്ലാതെ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം കുറ്റം പറയാൻ 100 പേരാണ് പറയുന്നത്. അവൾ അവിടുത്തെ പണിയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറ്റം പറയാൻ ഒത്തിരി പേരുണ്ട്. പക്ഷേ അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവരുടെ ഭർത്താവിൻ്റെ അതേപോലെ തന്നെയാണ്, ആണാണ് പെണ്ണാണെന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. ജോലി എല്ലാവരും ചെയ്യുന്നത് ഒരുപോലെയല്ലേ. അപ്പോൾ സ്ത്രീകൾ ഇങ്ങനെ എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു മെഷീനായിട്ടിരിക്കാനാണ് ആൾക്കാർക്ക് ആവശ്യം. എന്നാലോ ഇനി അവൾക്ക് എന്തെങ്കിലും കാര്യം കൊണ്ട് തീരെ അസുഖമാണെങ്കിൽ
അപ്പോൾ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കും. അവിടെ കെയർ ചെയ്യാൻ ഭർത്താവിൻ്റെ വീട്ടിൽ ആരും അവൾക്ക് ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു റോബോട്ട് പോലത്തെ ഒരു മെഷീനെയാണ് ഇന്നത്തെ കേരള സമൂഹത്തിലെ ഒട്ടുമിക്ക ഫാമിലികളിലും കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ അവർ ചിന്തിക്കുന്നത്. അവർ ഒരു വ്യക്തി എന്ന നിലയിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യുകയോ അവർ ജോലി ചെയ്യുന്ന ഒരു ലേഡി എന്ന നിലയിൽ ഒരു ബഹുമാനം കൊടുക്കുകയോ ഒന്നും ചെയ്യാറില്ല. എപ്പോഴും ജോലി ചെയ്യുന്ന, ഒരു റെസ്റ്റും എടുക്കാതെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ഓഫീസിലത്തെയും വീട്ടിലത്തെയും കുഞ്ഞുങ്ങളെ നോക്കലും എല്ലാം ചെയ്യുന്ന ഒരു മെഷീൻ, ഒരു റോബോട്ട്. അതെന്ന് വെച്ചാൽ അവരുടെ വ്യക്തിത്വം എന്ന് പറയുന്നതല്ല, റോബോട്ടാണ് അവർ. അങ്ങനെ ജീവിക്കുന്ന ആ കൺസെപ്റ്റ് നമ്മുടെ സമൂഹം എന്ന് മാറ്റുന്നു അന്നേ ഇനിയും ഈ ലേഡീസ്, വിദ്യാസമ്പന്നരും ജോലിയുള്ളതുമായിട്ടുള്ള ലേഡീസ് പൂർണ്ണ സമൂഹത്തോടെ വിവാഹത്തിലോട്ട് വരണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഈ പഴയകാല ചിന്താഗതികളെ പൂർണ്ണമായും മാറ്റേണ്ടതുണ്ട്. പിന്നെ ജോലി ഉള്ള ലേഡീസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ഫാമിലിയിൽ ഇപ്പോഴും ഉള്ളത് ആ പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ അമ്മായിമ്മയുടെ മേധാവിത്വം എന്ന് പറഞ്ഞ പോലെ. എത്ര നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ലേഡീസ് ആണെങ്കിലും അവരുടെ ശമ്പളം അല്ലെങ്കിൽ അവരുടെ സമ്പത്തിനെ വിനിയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ നിഷേധിക്കപ്പെടുന്ന ഒത്തിരി ഫാമിലികളുണ്ട്. ഇപ്പം നല്ല ജോലി, ഒരു സ്കൂളിലെ ടീച്ചറാണ്, നല്ല ജോലിയാണ്, നല്ല ശമ്പളവും ഉണ്ട്. സാലറി വന്നാൽ ഉടനെ അവർക്കൊരു 2000 അല്ലെങ്കിൽ 3000 രൂപ അവരുടെ പേഴ്സണൽ കാര്യത്തിന്, വണ്ടി ചിലവ് കാര്യങ്ങൾക്കുള്ള പൈസ കൊടുത്തിട്ട് ബാക്കി മുഴുവനും അമ്മായിമ്മയെ ഏൽപ്പിച്ചേക്കുക അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കുക. ഇങ്ങനെ ജീവിക്കുന്ന ഒത്തിരി ലേഡീസ് ഉണ്ട്. അവർക്ക് അവിടെ എവിടെയാണ് സ്വാതന്ത്ര്യം ഉള്ളത്? എന്ത് കാര്യത്തിനാണ്? വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത് അവരാണ്. പിന്നെ ചിലവർ പറയും, എന്നാൽ പിന്നെ ഇവർക്ക് നല്ല ശമ്പളമില്ല, എന്നാൽ പിന്നെ അവർക്കൊരു ഹൗസ് മെയ്ഡിനെ വെച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ടെൻഷൻ അടിക്കണമെന്ന്. അപ്പോൾ അവിടെയുണ്ട്, ഹൗസ് മെയ്ഡിനെ വെച്ച് കഴിഞ്ഞാൽ ആ ഹൗസ് മെയ്ഡിൻ്റെ ശമ്പളം കൊടുക്കുന്നത് ആരായിരിക്കും? ഭാര്യയുടെ ശമ്പളത്തിൽ നിന്ന് മാത്രമാണ് പോകുന്നത്. അല്ലാതെ ഹസ്ബൻഡും വൈഫും കൂടെ ഷെയർ ചെയ്തിട്ട് ഒരു ഹൗസ് മെയ്ഡിനെ വെക്കാൻ അവർ സമ്മതിക്കത്തില്ല. ഹസ്ബൻഡിൻ്റെ വീട്ടുകാരല്ല, ഹസ്ബൻഡ് സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. അവർ പറയുന്നത്, നിനക്ക് ചെയ്യേണ്ട ജോലികളെ ഇവിടെ ഉള്ളൂ, അപ്പം നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഒരു ഹൗസ് മെയ്ഡിനെ വെക്കോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷേ ഹൗസ് മെയ്ഡിൻ്റെ സാലറി നീ തന്നെ കൊടുക്കണം. അപ്പോൾ അവിടെ വിവേചനമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവരുടെ സാലറിയിൽ നിന്ന് തന്നെ മുഴുവനും അവരുടെ സാലറിയിൽ നിന്ന് ഹൗസ് മെയ്ഡിന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടും പിന്നെയും വീട്ടുകാർക്ക് എക്സ്പെക്റ്റേഷനാണ്, അവൾ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ഒന്നും ഏറ്റെടുക്കുന്നില്ല, അവൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള കടുംപിടുത്തങ്ങളാണ് എല്ലാ ഫാമിലീസിലും ഇപ്പോൾ ഉള്ളത്. ഇതാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ ലേഡീസ് ഹാപ്പി അല്ലാത്തതിന് കാരണം. ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല. എന്നാൽ ഇതേ ഹസ്ബൻഡുമാർ, ഇതേ ഭർത്താക്കന്മാർ വേറൊരു കൺട്രിയിലേക്ക് മാറി അവർ രണ്ടുപേരും അവിടെ ജോലി ചെയ്യുന്നതാണ് നോക്കിയാൽ ഈ മുഷ്കും കാര്യങ്ങളും ഒക്കെയുള്ള ഈ ഹസ്ബൻഡുമാർ വളരെ സോഫ്റ്റാവും. എന്ന് വെച്ചാൽ അവർ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ പുറത്തെ സമൂഹത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ അവരുടെ വീട്ടുകളിലൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഹസ്ബൻഡും വൈഫും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ രണ്ടുപേരും സഹകരിച്ച്, കുഞ്ഞുങ്ങളെ നോക്കുന്നതിൽ സഹകരണം, വീട്ടിലെ ജോലികൾ ചെയ്യുന്നതിൽ സഹകരണം. ആ ഒരു യൂറോപ്പ് വെസ്റ്റേൺ കൾച്ചർ ഉണ്ടല്ലോ, അത് നമ്മുടെ നാട്ടിൽ വരണം. അതിനുള്ള സാഹചര്യമാണ്. പണ്ടത്തെ പോലെ ലേഡീസ് വീട്ടിലിരുന്ന് പഠിക്കാതെയും ജോലി ചെയ്യാതെ ഇരിക്കുന്ന ആ സാഹചര്യങ്ങൾ മാറി. അതിനെ മനസ്സിലാക്കാൻ നമ്മുടെ സമൂഹം ഇന്നും വളർന്നിട്ടില്ല. നമ്മുടെ സമൂഹം ഇപ്പോഴും പറഞ്ഞ പോലെ 80 and 90s സമൂഹമാണ്. അവർ ലേഡീസ് ജോലി ചെയ്യുന്നു, അവരെ റെസ്പെക്റ്റ് ചെയ്യണമെന്നോ, അവർക്കും നമ്മുടേതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഹസ്ബൻഡിനും വൈഫിനും ഒരേപോലത്തെ ജോലിയാണ്. ഒരേ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഹസ്ബൻഡ് വൈഫുമാരുണ്ട്, പക്ഷേ ബാക്കി എല്ലാ ജോലികളും വീട്ടിൽ ചെയ്യുന്ന വൈഫിൻ്റെയും ഭാര്യമാരായിരിക്കും. എന്നാൽ ഇതേ ഹസ്ബൻഡ് വൈഫ് ഞാൻ പറഞ്ഞ പോലെ വിദേശത്താണെങ്കിൽ അവിടെ അവർ ഭയങ്കര ഒരുമയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ളവരുടെ സ്വാധീനം, അതാണ് അവിടെ ഹസ്ബൻഡന്മാരെ മോശക്കാരാക്കുന്നത്. അല്ലാതെ അവർക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവരുടെ വീട്ടിലുള്ള അമ്മയോ അപ്പനോ സഹോദരങ്ങളോ ഇതിനനുവദിക്കത്തില്ല. അവരുടെ ഈഗോ അവിടെ വർക്ക് ചെയ്യും. അവനെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കേണ്ട എന്നുള്ള ആ കൺസെപ്റ്റ് മാറി എന്ന് മനസ്സിലാക്കണം. മലയാളി സമൂഹം മനസ്സിലാക്കി ആ ഒരു കൺസെപ്റ്റ് മാറി അതനുസരിച്ചിട്ടുള്ള ജീവിതങ്ങളിൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ വരാൻ തുടങ്ങുമ്പോഴേ ഇനിയുള്ള ലേഡീസ് എന്ന് പറഞ്ഞാൽ ജോലിയും നല്ല ശമ്പളവും നല്ല വിദ്യാഭ്യാസമുള്ള ലേഡീസ് പൂർണ്ണ മനസ്സോടെ വിവാഹത്തിന് റെഡി ആകത്തുള്ളൂ. അല്ലെങ്കിൽ മലയാളികൾ ഇനിയും പോയി നേപ്പാളിലോ ബംഗ്ലാദേശിലോ ഒക്കെ ലേഡീസിനെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത് പോലെ ഇപ്പോൾ ഇനി അങ്ങനെ ഒരു ട്രെൻഡ് വളരാനുള്ള സാഹചര്യം കൂടുതലാണ്. പിന്നെ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഒരു 80-90s ഒരു ട്രെൻഡായിരുന്നു. നല്ല BSc നഴ്സിംഗ് ഒക്കെ പഠിച്ച പെൺകൊച്ചുങ്ങൾ കല്യാണം കഴിക്കുന്നത് എന്തെങ്കിലും ഇലക്ട്രിക്കൽ ജോലി അല്ലെങ്കിൽ പ്ലംബിംഗ് ജോലി. വിദേശത്തായിരിക്കും രണ്ടുപേരും, പക്ഷേ അവൻ്റെ ജോലി എന്താണ്, അവൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാതെ അവന് വിദേശത്താണ് ജോലിയെന്ന് മാത്രം. എന്നിട്ട് BSc അല്ലെങ്കിൽ നല്ല ജോലിയുള്ള പെണ്ണുങ്ങളെ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. എന്നിട്ട് എന്താണ് 1-2 വർഷം കഴിയുമ്പോൾ അവർ ഡൈവോഴ്സ് ആവും. എന്നാന്ന് വെച്ചാൽ അവരുടെ തമ്മിലുള്ള ഐക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. സ്റ്റാറ്റസ് ഭയങ്കര ലോ ആയിട്ടുള്ള ഒരു ചെറുക്കനെ കൊണ്ട് നല്ല ഹൈഫൈയിലുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? അവനും വിദേശത്താണ് ജോലി എന്നല്ലാതെ അവന് എന്താണ് ജോലിയെന്നോ അവന് എത്ര രൂപയാണ് ശമ്പളമെന്നോ ഇതൊന്നും അന്വേഷിക്കാതെ ഒരു 80-90s ഒത്തിരി നഴ്സുമാരെ എനിക്കറിയാം പേഴ്സണലി.
കല്യാണം കഴിപ്പിച്ച് അവരുടെ വീടും കാര്യം സാമ്പത്തികവും ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ വിദേശത്തെ ജോലി, എന്നിട്ട് അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും റെഡി ആവില്ല. ഈ നൈറ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഡേ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് നഴ്സുമാർ പെണ്ണുങ്ങൾ തന്നെ വീട്ടിലത്തെ ജോലി നോക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം. എന്നിട്ട് അവർ ഇൻ കേസ് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ പറയുകയും വേണ്ട, ഹസ്ബൻഡുമാർ ഒരു സഹകരണമല്ല, അവരവരുടെ ഡ്യൂട്ടിക്ക് പോകും. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വീട്ടിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് പിന്നെ സമയമുണ്ടെങ്കിൽ കിടന്നുറങ്ങുക, എന്നിട്ട് പിന്നെയും നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുക. എന്നിട്ട് നഴ്സുമാരുടെ ഒട്ടുമിക്ക ലേഡീസും മാരേജ് കഴിഞ്ഞിട്ടുള്ള നഴ്സുമാർ അതുവരെ അവർ നല്ല സുന്ദരി കുട്ടികളായിരിക്കും. എന്നാൽ മാരേജ് കഴിഞ്ഞതിന് ശേഷം അവരൊരു ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കണ്ണുകളെല്ലാം കുഴിഞ്ഞ് കണ്ണിൻ്റെ ഇടയിൽ കറുപ്പായി അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അതുപോലത്തെ ഒരു ഇതിലേക്ക് പോകും. പ്രത്യേകിച്ചും നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന ലേഡീസ്, ഏത് വിവാഹത്തിൽ ജോലി ചെയ്യുന്നവരാർക്കും അവർ വിവാഹത്തിന് ശേഷമുള്ള അവരുടെ ഫിഗറേ പോയി കിട്ടും. എന്നാന്ന് വെച്ചാൽ അവിടെ ഒരു പങ്കാളിത്ത മനോഭാവം ഇല്ലാത്തത് കൊണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ സാക്രിഫൈസ് ചെയ്യുകയാണ് അവരുടെ ലൈഫ്. എന്തിനു വേണ്ടിയാണ് ഈ സാക്രിഫൈസ് ചെയ്യുന്നത് പോലും അറിയാതെ അവരിങ്ങനെ സമയത്തിനനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സമയമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ആ ഒരു എല്ലാം അഡ്ജസ്റ്റ് ജീവിക്കുന്ന ആ ലേഡീസിൻ്റെ ടൈം അത് കഴിഞ്ഞു പൂർണ്ണമായിട്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും ഒരേപോലെ എല്ലാ കാര്യങ്ങളിലും, അത് വീട്ടുജോലിയാകട്ടെ കുഞ്ഞുങ്ങളെ നോക്കുന്നതാകട്ടെ, എല്ലാം സഹവർത്തിത്വത്തോടെ ചെയ്യുക. പങ്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും പങ്കാളിത്തത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു സമൂഹം. പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു സമൂഹം നമ്മൾ വാർത്തെടുക്കേണ്ടതിരിക്കുന്നു. അതുപോലെ എഡ്യൂക്കേറ്റഡ് അല്ലേ എല്ലാവരും, സോഷ്യൽ മീഡിയയിലെ മുന്നിൽ എല്ലാ ന്യൂസും എല്ലാവർക്കും എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തെ നമ്മൾ വാർത്തെടുക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള അവബോധനങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നമ്മൾ അവയർനെസ് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോകാനാണ് കൂടുതലും. ജോലിയുള്ള ലേഡീസിന് കൂടുതലും അവർക്ക് മാനസിക സമ്മർദ്ദം കൂടുതലായിരിക്കും. അവർ കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തന്നെ തോന്നും, ഞാൻ ഓഫീസിലത്തെ ജോലികളെല്ലാം ചെയ്യുന്നു, വീട്ടിലത്തെ ജോലി ചെയ്യുന്നു, പിന്നെ എനിക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പേഴ്സണലായിട്ട് ടൈം അവരുമായിട്ടുള്ള ആ കുട്ടിക്കാലം ഒന്നും ആസ്വദിക്കാൻ പറ്റാതെ ടെൻഷൻ അടിച്ചിട്ട് അവർക്ക് വേണ്ടി സമയം കൊടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് മനോവേദന അനുഭവിക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ അവരുടെ പേഴ്സണാലിറ്റി തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അവിടെ ഓവർ വർക്കും ഓവർ തിങ്കിങ്ങും എല്ലാം കൊണ്ട് അവരുടെ കുടുംബജീവിതത്തെയും ബാധിക്കും. ഹസ്ബൻഡ് വിചാരിക്കും അവളെപ്പോഴും ബിസിയാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവഗണിക്കുന്ന ഹസ്ബൻഡുമാർ ഒത്തിരി ഉണ്ട്. അവളുടെ ഓഫീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസിയാണ്, അതുകൊണ്ട് അവളെ മൈൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് പേഴ്സണലായിട്ട് സംസാരിക്കാൻ പോലും റെഡിയാകാത്ത ഒത്തിരി ഹസ്ബൻഡുമാരുണ്ട്. ഇതൊക്കെ അവരുടെ ജീവിതത്തെ കാര്യമായിട്ട് ബാധിക്കുന്നുമുണ്ട്. മീൻസ് ലേഡീസാണ് ഇവിടെ എല്ലാത്തിനും സഹിക്കുന്നതെന്നുള്ളൊരു കൺസെപ്റ്റാണ് ഒട്ടുമിക്ക ലേഡീസിനും ഉള്ളത്. പിന്നെ ഭാവിയിൽ എനിക്ക് ജോലി ഉണ്ടാവുമോ, എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എൻ്റെ ജോലി പോവുക എന്നുള്ള ഒരു ആശങ്കയുണ്ട്. അത് അവർക്ക് അവരുടെ വീട്ടിലൊന്നും ഡിസ്കസ് ചെയ്യാനും പറ്റത്തില്ല. പിന്നെ വിമർശനം മാത്രം. ജോലി ചെയ്തിട്ട് എന്തെങ്കിലും കുറവുകൾ വീട്ടിലാണെങ്കിൽ ക്ലീനിങ്ങിൻ്റെ പ്രശ്നം അതെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കുറ്റവും കുറവും കണ്ടുപിടിച്ചുകൊണ്ട് അവരുടെ പുറകെ നടത്തും. ഇതെല്ലാം അവരുടെ മാനസിക സംഘർഷം. പിന്നെ അടുത്തതായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജോലിക്കാരായ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രമോഷനോ അങ്ങനെ എന്തെങ്കിലും ഹൈ സാലറീൻ്റെ എന്തെങ്കിലുമൊക്കെ വരും, അവർക്കിപ്പോൾ ഉള്ള വർക്കിംഗ് ടൈം ഒന്ന് മാറുക, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം വർക്കിലേക്ക് വരിക, അപ്പോൾ പ്രമോഷൻ അത് എഫക്റ്റ് ആവും. അപ്പോൾ ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രമോഷൻ കിട്ടും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. ആദ്യം സപ്പോർട്ട് ചെയ്യേണ്ടത് ഹസ്ബൻഡാണ്. അപ്പോൾ അവിടെ വെച്ച് അവരുടെ കരിയർ ഗ്രോത്തിനെ തടഞ്ഞു കളയും. വേണ്ട, നീ ഇപ്പോൾ ജീവിക്കുന്ന പോലൊക്കെ ജീവിച്ചാൽ മതി, ഇത് ഈ ടൈം ഓക്കെയാണ് 9 to 5, നീ എക്സ്ട്രാ ടൈമിൽ വർക്ക് ചെയ്യേണ്ട, അതല്ലെങ്കിൽ ഷിഫ്റ്റ് വേറെ ടൈമിലാണ് ഷിഫ്റ്റ് മാറ്റുന്നുണ്ട്, അതൊന്നും എഗ്രി ചെയ്തില്ല. എന്ന് വെച്ചാൽ അവരുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പും ഹസ്ബൻഡിൻ്റെ ഫാമിലീൻ്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാവത്തില്ല. എന്നാൽ അതേസമയം അവരുടെ മകനാണ് അല്ലെങ്കിൽ ഭർത്താവിനാണ് ഒരു കരിയർ ബ്രേക്ക് അല്ലെങ്കിൽ കരിയറിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വരുന്നു പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ആ ചിന്താഗതികളൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറേണ്ടത്. ഇന്ന് സ്ത്രീയും പുരുഷനും ആണും പെണ്ണും ആണെന്നുള്ളൊരു വ്യത്യാസം മാത്രം. ബാക്കി എല്ലാ കാര്യത്തിലും, ജോലിയുടെ കാര്യത്തിലാകട്ടെ, സമൂഹത്തിൽ ഇടപെടുന്ന കാര്യത്തിലാകട്ടെ, കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിലാകട്ടെ, എല്ലാത്തിലും ഒരേപോലെയാണ്. അതിലൊരു വ്യത്യാസവും ഇല്ല. ആ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിനും അനിവാര്യമാണ്. നമ്മുടെ കേരളത്തിൽ അല്ലെ മലയാളി സമൂഹത്തിന് അല്ലെ മലയാളികളുടെ ഫാമിലിയിൽ ഈ ഒരു മാറ്റത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി നല്ല നല്ല ബന്ധങ്ങളും നല്ല നല്ല വിവാഹ ജീവിതങ്ങളും ഉണ്ടാകുകയും ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും. ആ മാറ്റത്തെ അംഗീകരിക്കാത്തിടത്തോളം കാലം ഇങ്ങനെ നെഗറ്റീവ് ന്യൂസുകളും ഇംപ്രഷനും അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫും ഒക്കെ ഓരോരുത്തർ കേൾക്കുമ്പം അത് അവരുടെ ലൈഫിനെ സ്വാധീനിക്കും. അവരപ്പോൾ അവരുടെ ഉചിതമായിട്ടുള്ളൊരു തീരുമാനമെടുക്കും. അപ്പോൾ അവർ പറയും ലേഡീസ് ഭയങ്കര പൈസ വന്നു കഴിഞ്ഞപ്പോൾ അവർ അഹങ്കാരികളായി മാറിയെന്ന്. അതാണോ സത്യം ശരിക്കും? പിന്നെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ കൂടുതലും കുത്തുവാക്കുകൾ കേൾക്കുന്നത്, അവളുടെ ഇമ്പോർട്ടൻസ് ജോലിക്കാണ് കൊടുക്കുന്നത്, അവൾ നമ്മുടെ വീട്ടിലുള്ളവരെ ഒന്നും അവൾക്ക് വേണ്ട എന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ, അത് ഓരോരുത്തർ വായിലൂടെ പറഞ്ഞ് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു വിഷം
വെക്കുന്നത് പോലെ വെച്ചുകൊണ്ട് അവരുടെ എല്ലാ കുടുംബജീവിതങ്ങളും തകരാറിലാക്കാനുള്ള കുറേ ഡയലോഗുകൾ ഇങ്ങനെ ദിവസവും കേട്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ അവരെ ശൂന്യമാക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്താൻ ഇതൊക്കെ സ്ത്രീകളെ അങ്ങനെ ഒരു ചിന്തയിലേക്കാണ് അവരെ തള്ളിവിടുന്നത്. അവരുടെ മൂല്യങ്ങൾക്കൊന്നും ഒരു വാല്യൂ ഇല്ല. ഒരു വീട്ടമ്മയെ പോലെ നീ ആകുന്നില്ല, അല്ലെങ്കിൽ നീ ജോലിയുള്ള വേറെ ലേഡീസ് ഉണ്ട്, അവരൊന്നും ഇങ്ങനെയല്ല, ഇങ്ങനത്തെ കുറ്റപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലി എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത വീട്ടുകാരായിരിക്കും. അവർക്ക് ഒന്നും അറിയത്തില്ല അവരവിടെ ഓഫീസിൽ എന്താണ് ജോലി, അവരുടെ ടെൻഷൻ പിടിച്ച ജോലിയാണോ, അവരങ്ങ് ഫ്രീ ടൈമുള്ള ജോലിയാണോ, അതൊന്നും മനസ്സിലാക്കാതെ എപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ കുറ്റങ്ങൾ വരുന്നുണ്ട് അതിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന ഫാമിലി റിലേഷൻഷിപ്പ്, അത് വലിയൊരു അപാകതയാണ്. അപ്പോൾ വിദ്യാസമ്പന്നരായ ജോലിക്കാരായ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഇതിന് പരിഹാരവും കൂടെ വേണമല്ലോ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജോലി ചെയ്യുന്നത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഫിനാൻഷ്യലി സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവരുടെ പ്രൗഡാണത്. അതിന് ഒറ്റപ്പെട്ട ഒരു കാര്യമല്ല. അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ സ്വന്തമായിട്ട് ഏൺ ചെയ്യുക എന്നുള്ളത് ഒരു പ്രൗഡ് മൊമെൻ്റാണ്. അത് മനസ്സിലാക്കണം സമൂഹവും ഭർത്താവിൻ്റെ വീട്ടുകാരും. ഒരു സ്ത്രീ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവളുടെ വരുമാനവും ആ കുടുംബത്തിൻ്റെ അന്തസ്സോ അല്ലെങ്കിൽ അതിൻ്റെ കുടുംബത്തിൻ്റെ ഉന്നതിയിലേക്ക് കൂട്ടുചേരുന്നതിന് വേണ്ടിയാണ് എന്നുള്ളൊരു റെസ്പെക്റ്റ്, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ പഠിക്കണം. പിന്നെ പിതൃത്വം പങ്കുവെക്കേണ്ടത് ഭർത്താവിൻ്റെ ജോലിയാണ്. അപ്പം കുഞ്ഞുങ്ങളുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാര്യ തന്നെ നോക്കണം കുഞ്ഞുങ്ങളെ, അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. വീട്ടിലെ ജോലികൾക്ക് സഹായിക്കാം, പങ്കാളിത്തത്തോടെ പങ്കുവെച്ച് ജീവിക്കുകയാണെങ്കിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം. പിന്നെ കരിയറും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നൊരു കൺസെപ്റ്റ്. ലേഡീസിനെ കൊണ്ട് അവരുടെ ജോലിയും അവരുടെ വീട്ടുകാര്യങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത് കഴിവില്ലാത്ത പെണ്ണുങ്ങളാണ് എന്നൊരു കുറ്റപ്പെടുത്തൽ. എന്നാൽ ഈ പുരുഷന്മാരെന്ന വീട്ടിലത്തെ ജോലിയും ഓഫീസിലത്തെ ജോലിയും എല്ലാം കൂടെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പം അവർക്കും മനസ്സിലാവുമല്ലോ. ഓഫീസിൽ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ജോലി ചെയ്യുന്ന എത്ര പുരുഷന്മാരുണ്ടാവും, അല്ലെങ്കിൽ സിംഗിളായിട്ട് ജീവിക്കുന്ന ബാച്ചിലേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ ഈസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുക, അല്ലാതെ ഈ ലാവിഷായിട്ട് കുക്കിങ്ങും പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. ഒരിക്കലുമല്ല. അവർ എത്ര സിമ്പിളായിട്ട് ബ്രെഡും ജാമും തേച്ചിട്ട് കിടന്നുറങ്ങാമെന്നല്ലേ ചിന്തിക്കുകയുള്ളൂ. അപ്പം ലേഡീസിന് ഈ പറയുന്ന സ്വാതന്ത്ര്യങ്ങളൊന്നും തന്നെ നമ്മുടെ മലയാളി സമൂഹം അനുവദിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രമോഷനോ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ സാലറി ഹൈക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡുമാരാണ് ആദ്യം അംഗീകരിക്കാത്തത്. അവർക്ക് ഭാര്യയുടെ വിജയം എന്ന് പറഞ്ഞാൽ ഭർത്താവിന് എന്തോ ഒരു കുറച്ചിൽ പോലെ കണ്ടിട്ട് അവർ കുടുംബത്തിൻ്റെ അഭിമാനമായിട്ടല്ല അതിനെ കാണുന്നത്. ആ ഹസ്ബൻഡിനേക്കാളും കൂടുതൽ നല്ല ജോലി ശമ്പളമാണെങ്കിൽ അവളൊരു അഹങ്കാരിയാണെന്ന് കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അവർ വിലയിരുത്തും. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതെല്ലാം മാറ്റണം, ആ ചിന്താഗതികളെ മാറ്റണം. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെ പെടുന്ന കുറ്റപ്പെടുത്തലുകൾ തുടങ്ങുമ്പോഴേ അതിനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ രീതിയിലോട്ട് പ്രശ്നങ്ങളിലോട്ടോ സമ്മർദ്ദങ്ങളിലോട്ടോ ഈവൻ ഡൈവോഴ്സിലോട്ട് പോലും പോവാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറുതായിട്ട് പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ തന്നെ അവിടെ എന്താണ് ആവശ്യമെന്ന് എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം. അല്ലാതെ ഒരു സ്ത്രീയുടെ പുറത്തിട്ടിട്ട് കുറ്റമെല്ലാം ആരോപിച്ച് അവളുടെ മാത്രമാണ് എല്ലാം എന്ന് പറയുമ്പോഴാണ് ഈ ഡൈവോഴ്സ് എന്ന് പറയുന്ന കാര്യം ഏറ്റവും ഫസ്റ്റിലേക്ക് വരുന്നത്. സ്ത്രീ ജോലിക്ക് പുറമെ വീട്ടുപ്രവൃത്തികളും നിറവേറ്റുന്നത് അധിക ജോലിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ. അപ്പോൾ ആ അധിക ജോലി ഷെയർ ചെയ്യണമെന്നൊരു കൺസെപ്റ്റ് നമ്മുടെ ഫാമിലികളിൽ വരണം. അതിപ്പം പുരുഷനാണ് പുറത്ത് ജോലി ചെയ്യുന്നതെങ്കിൽ അവൻ വീട്ടിൽ വന്നിട്ട് എത്ര ജോലികൾ ചെയ്യും. ഇനിയിപ്പോൾ 2-3 ചെയ്താൽ തന്നെ അവൻ്റെ വീട്ടിലുള്ളവർ എന്തോ ഒരു അനുകമ്പയും പ്രശ്നങ്ങളും എന്തോ ഒരു പ്രശംസകൾ ലഭിക്കും ഒരു പുരുഷനാണിത് ചെയ്യുന്നതെങ്കിൽ. ഒരു കൊച്ചു ചെറുക്കനാട്ടെ സ്കൂളിൽ പോയിട്ട് അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് വന്നിട്ട് അവൻ വീട്ടിൽ എന്തെങ്കിലും ഒരു 2 ജോലി ചെയ്താൽ നമ്മൾ എന്തോരം അവനെ പ്രശംസിക്കും അല്ലേ. എന്നാൽ അതേ സമയത്ത് ഒരു സ്ത്രീ ആണെങ്കിലോ, ഒരു മോള് കോളേജിൽ പോയിട്ട് വന്നിട്ട് അവൾ വീട്ടിലത്തെ എല്ലാ ജോലി ചെയ്യുന്ന എന്തെങ്കിലും പ്രശംസ അവൾക്ക് കിട്ടുന്നില്ല. അതൊക്കെ മനസ്സിലാക്കിയ സ്ത്രീകളാണ് ഇന്നുള്ള. പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആ പഴം പല്ലവികളൊക്കെ തിരുത്തേണ്ട സമയമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം മലയാളി ഫാമിലികളും കേരളക്കാരും. ആ ഒരു കൺസെപ്റ്റേ മാറ്റണം. ഇപ്പോൾ ഒരു കുഞ്ഞു കൊച്ചിനോട് അല്ലെങ്കിൽ ഒരു 5-ലോ 6-ലോ പഠിക്കുന്ന ഒരു കൊച്ചിനോട് എടി നീ ആ ജോലി ചെയ്യടി, ഈ ജോലി ചെയ്യടി, കല്യാണം കഴിപ്പിച്ച് വിടണ്ട എന്ന് പറയുമ്പോൾ ആ കൊച്ചാൽ എന്നായിരിക്കും പറഞ്ഞത്, ഒന്ന് പോ മമ്മി, ഇപ്പോൾ സുമാറ്റോ ഉണ്ട്, സ്വിഗ്ഗി ഉണ്ട്, അതിലൊന്ന് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് പറയുന്ന പിള്ളേരാണ് ഇന്നത്തെ കാലത്തുള്ളത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ജനറേഷനുള്ള പിള്ളേരാണ് ഇപ്പോൾ കല്യാണം കഴിച്ച് ഒരു വീട്ടിലോട്ട് വരുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ തന്നെ സ്വന്തം വീട്ടിൽ അവരുടെ അമ്മമാർ അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ ഒരു ലൈഫ് വേണ്ട എന്ന് തീരുമാനം എടുത്തതാണ് ഒട്ടുമിക്ക ലേഡീസും ഇപ്പോഴുള്ള ലേഡീസ് ചെയ്യുന്നത്. എന്നാന്ന് വെച്ചാൽ അവരുടെ കൺമുൻപിലുള്ള അനുഭവങ്ങളാണ് അവരെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സഹായിക്കുന്നത്. അപ്പോൾ ആ തീരുമാനങ്ങൾക്ക് മാറ്റം വരണമെങ്കിൽ നമ്മുടെ സമൂഹത്തിന് നല്ലൊരു അവയർനെസ് അതിനു വേണ്ടി കൊടുക്കണം.
അപ്പോൾ വലിയ വലിയ ആൾക്കാരെ ഇങ്ങനെ മീറ്റിംഗ് വിളിച്ചോ അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ് നടത്തുന്ന പോലെ നടത്തിയിട്ട് അവബോധം കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലുണ്ടല്ലോ ഒത്തിരി അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തേണ്ടതിനെ പറ്റിയൊക്കെ നമ്മുടെ മതങ്ങളെക്കുറിച്ച് ഒത്തിരി പഠിപ്പിക്കുന്നുണ്ടെങ്കിലും മതത്തിൻ്റെ തന്നെ ബേസിൽ പള്ളികളിലോ അമ്പലങ്ങളിലോ ഒക്കെ പ്രസംഗങ്ങളൊക്കെ നടത്തുമ്പോൾ ഇതൊക്കെ സംസാരിക്കാവുന്ന വിഷയങ്ങളാണ്. അതൊക്കെ സംസാരിച്ച് അവബോധം ഉണ്ടാക്കിയെടുക്കണം. പിന്നെ സ്ത്രീകൾക്ക് മാത്രമാണ് വീട്ടുജോലി എന്നുള്ളൊരു കൺസെപ്റ്റേ മാറണം. വെസ്റ്റേൺ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും ആ ഒരു കൾച്ചർ നമ്മുടെ കേരളത്തിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. ആ കൾച്ചറിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കുടുംബജീവിതങ്ങൾ നന്നാവും. അവൾക്കും സന്തോഷവും സമാധാനവും മീൻസ് റെസ്റ്റ് ചെയ്യേണ്ട സമയങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം തുല്യമായിട്ടാണ് പുരുഷനും സ്ത്രീക്കും ഒരേപോലെ ആ കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് മാറണം. വിവാഹം എന്നത് പങ്കാളിത്തമാണല്ലോ. അപ്പോൾ ഒരാളെ മാത്രം ഇട്ടിങ്ങനെ കഷ്ടപ്പെടുത്തുക, അപ്പോൾ എന്നാൽ നീ കഷ്ടപ്പെടാൻ റെഡി അല്ലെങ്കിൽ നീ ജോലി അങ്ങ് റിസൈൻ ചെയ്തേക്ക്, ഇതാണ് ലാസ്റ്റത്തെ ഡയലോഗ് എല്ലാ വീടുകളിലും. അപ്പോൾ പുരുഷന് ജോലി ചെയ്യാം, അവന് വീട്ടിലത്തെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. സ്ത്രീക്ക് ജോലി ചെയ്യാം, പക്ഷേ അവൾ വീട്ടിലത്തെ ജോലിയും ചെയ്യണം. എന്നാൽ സ്ത്രീക്ക് വീട്ടിലത്തെ ജോലി ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ അവൾ ഓഫീസിലത്തെ ജോലി വിട്ടിട്ട് വീട്ടിൽ തന്നെ ഇരുന്നോളാം. ഈ ഒരു കൺസെപ്റ്റൊക്കെ മാറി വരണം.